ലച്ചുവേ ഒന്നുമില്ല. പിന്നെ കഷ്ടം തന്നെ. കഷ്ടം? എന്ത് കഷ്ടം? അങ്ങടി ഇങ്ങടി എന്നാ എങ്ങോട്ടില്ലതാനും. അങ്ങടി ഇങ്ങടുന്നാ എന്തോ ഞങ്ങള് രാവിലെ തന്നെ ഒന്നാമത് മനുഷ്യരുടെ 100 കൂട്ടം പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളാണെന്ന് അറിയാം. ഇങ്ങനെ പോയ എങ്ങനെ ലച്ചു? ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പം എന്തെന്നാ, അവിടെ കുഴിപ്പള്ളത്ത അമ്മ നീ അവിടെ നിൽക്കുന്ന അവർക്ക് അത്ര താല്പര്യമില്ല എന്നൊരു വർത്താനം ഞാൻ കേട്ടല്ല. എന്ന് ആര് പറഞ്ഞു കേട്ടു? ആര് പറഞ്ഞു കേട്ടെന്നുള്ളതല്ല, കേട്ടതിൽ ഞാൻ ചോദിച്ചാൽ വല്ല കഴമ്പുണ്ടോ? അങ്ങളൊന്ന് പോയ മനുഷ്യന്മാരെ കിടത്താണ്ട് അങ്ങൾ എന്താ അങ്ങളിപ്പോ സത്യത്തിൽ ഇപ്പൊ എന്താ അറിയണ്ടേ? ഈ പോന്ന് പറഞ്ഞാലേ നിന്റെ കാര്യങ്ങൾ എനിക്ക് ഇടപെട്ടൂടെ? അതിനുള്ള അവകാശം എനിക്കില്ലേ ലച്ചു? ദാ വന്ന് ദാ ഇപ്പം വരും, വന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഇതോ നിൽക്കണമെന്ന് പറഞ്ഞല്ലാതെ സിദ്ധു ഇങ്ങോട്ട് വരണ്ടല്ല. വരണ്ടാവായി. ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, ഇനി ആരൊക്കെ ഇടപെട്ട് എത്രയൊക്കെ നിർബന്ധിച്ചാലും നീ ഡിവോഴ്സ് കൊടുക്കല്ലേ. നീ കൊടുക്കല്ലെന്ന്. ഡിവോഴ്സാ? പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും നിർബന്ധിക്കും. നിന്റെ മനസ്സിൽ അങ്ങനെ ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ മാറ്റിയ മക്കളെ എനിക്ക് നിന്റെ ജീവിതമാണ് വരുത്. കൊടുക്കലെന്ന് പറഞ്ഞാൽ ലച്ചു കൊന്നു കളഞ്ഞാൽ കൊടുക്കല്ലേ. ജീവിതം വെച്ച് കളിക്കല്ലേ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നീ ആലോചിച്ചോ. നീ എൻ്റെ പിള്ളേ പോലെയാണ് ഞാൻ പറയണത്. കൊടുത്ത് കളയല്ലേ മക്കളെ. എല്ലാം കൂടെ കൊച്ചിന്റെ ജീവിതം കുട്ടിച്ചോറാക്കോടാ. അല്ലെങ്കിൽ കുടുംബത്തിൽ ആരും കയറി ഇടപെട്ട് നീയൊക്കെ ഈ അവസ്ഥ കൊണ്ട് എത്തിച്ചല്ല. എന്നിട്ട് നീയൊക്കെ എൻ്റെ വല്ലതും പറഞ്ഞാടാ. കാണുമ്പോൾ അങ്കിളെ പുങ്കിളെ എന്ന് വിളിച്ചോണ്ട് പറഞ്ഞല്ലാതെ. ഒരു കാര്യം ഞാൻ പറയാൻ ലച്ചു, ജീവിതം നിന്റെയാണ്. നിന്റെ തീരുമാനം എടുക്കണം നീയാണ്. ഇനി നീ എന്ത് പറഞ്ഞാലും ബാസി അങ്കിള് ജീവനോടെ ഇരിക്കുമെങ്കിൽ ഞാൻ സമ്മതിക്കൂല. മക്കള് വാ അച്ഛനും അമ്മയും തമ്മിൽ പിള്ളേരെ മുഖം നോക്കടി. കഷ്ടപ്പെടാ ലച്ചുവേ. അങ്കിളെ ശരിക്കും പ്രശ്നം എന്തുവാ? കഴുത പാരും വളർന്ന് കാടവലായി. അല്ലെ സഹോദര പ്രശ്നമാണ്, ഇടപെടണം. അതെന്തിനാണ് ഏതാണെന്ന് അറിയാതെ അവൻ വാല കോല നീ വല്ല പിള്ളേരെ പറയുന്ന ആളാടാ നീ. സഹോദരായിരുന്നു നോക്കടാ, ആദ്യം നാട്ടിലെ പെൺപിള്ളേരായിരുന്നു നോക്കാം. ഞാൻ ചോദിക്കാന്നില്ലേ ചോദിക്കണ് ചേച്ചി. പ്രശ്നം ചേച്ചി പ്രശ്നം എന്ത്? ഞാനും സിദ്ധും തമ്മിൽ ഡിവോഴ്സ് ആയി. എപ്പോ എന്നാണ് പറഞ്ഞ് നടക്കണത്? അത് പറഞ്ഞ് മനസ്സിലായിക്കോട്. ആര് പറഞ്ഞു അങ്കിളടുത്ത്? സംഭവം എന്തുവാ? എനിക്കറിയാൻ പാടുന്ന സംഭവം എന്താണ്. ഇപ്പൊ അങ്ങള് പറയുന്നത് ഞാനും സിദ്ധു തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാന്നൊക്കെ. അങ്കിള് പറയുന്ന അപ്പൊ നിങ്ങളാണോ? അല്ല വാലിക്കിട്ട് കേട്ടായിട്ടല്ല കാര്യം. ഓക്കെ, ഇതിപ്പോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കാൻ എന്തായാലും പറഞ്ഞുണ്ടാക്കാല്ലോ. അതുകൊണ്ടാ തിരിച്ചു പറഞ്ഞു. ഇറങ്ങി നടക്കാൻ വയ്യ. ചായക്കടയിൽ ചെന്ന ലച്ചുന്റെ കാര്യം, അപ്പുറത്ത് പോയ ലച്ചുന്റെ കാര്യം, പാറവിടെ ചൂണ്ടട്ടിക്കുന്ന ചെന്ന അവിടെ ചെന്ന ലച്ചുന്റെ കാര്യം. ഇതെല്ലാം അങ്കിൾ തന്നെ ആയിരിക്കും പറയണല്ലേ? ഇല്ലടാ നിന്റെ ഞാൻ പോടാ മക്കളെ. നിർത്തി. ഞാൻ നിർത്തി. ബന്ധം നിർത്തി. നീ അവസരം കാണാം. തേരാപ്പാര അങ്ങടി ഇങ്ങടി. ചേച്ചി എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കിട്ട് ഇത്രയാണ്ട് ചോദിക്കുകയാണ്. അളിയ ഈ വരണമെന്ന് പറയാനുണ്ടല്ലോ, വരണില്ല. ഒരാള് വരുന്നു എന്ന് പറയുന്നു, അയാള് വരുന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഒറ്റ കാര്യം, ശരിക്കും നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഈ വീട്ടിലേക്ക് മാറാണെന്ന്? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണം. അല്ല അളിയനെ ഇതിനകത്ത് പിടിച്ചേക്കില്ല കേട്ടാ. പറഞ്ഞു തീർത്തോളാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പോയത് ആരെടുത്തോണ്ട് വരുമെന്ന്. നമുക്ക് കളിക്കാം. ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഇരുന്നാ മതിയോ? സൂപ്പർ. പോയ മനുഷ്യ ഒന്നാമത്തെ പ്രാന്ത് പിടിച്ചിരിക്കുക. ചേച്ചി എന്ത് വിഷമിച്ചിരിക്കുന്നേ? സിദ്ധോളനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നിനക്ക് ഇവിടെ ആഹാരത്തിന്റെ കുറവല്ല, നല്ല അടിയുടെ കുറവാണ്. നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? ഞാനും സിദ്ധു തമ്മിൽ പിരിയണോന്ന്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് തീർക്കണം. ഞങ്ങളുടെ അടുത്ത് എന്തിനാ ചൂടാവുന്നത്? അവന്റെ ബാക്കി ഡയലോഗ്. ഏത് നേരത്താണ് അങ്ങോട്ട് കയറി വരാൻ തോന്നിയത്? അതെങ്ങനെയാ? ഇവിടെ ഉള്ളവരുടെ മുഖം ആലോചിക്കുമ്പോഴത്തേക്ക് വരാതിരിക്കാനും പറ്റൂലല്ലോ. സിദ്ധുവിന് പിന്നെ ഒന്നും അറിയണ്ട. എല്ലാം മുഖം ഗൾഫിൽ മനുഷ്യനാണ് ഇവിടെ ബാക്കിയുള്ളവർ കിടന്ന് അനുഭവിക്കണതും. ദൈവമേ. ലച്ചു, എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക്. ഇങ്ങനെയൊക്കെ നിന്നാ പിന്നെ ഡിവോഴ്സിൽ ചെന്ന് തീരും. കൊച്ചിനാരെങ്കിലും മുറി പിടിച്ച് പൂട്ടിയിടുന്നുണ്ടോ? എടേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്ക് ലച്ചു. എന്റെ പൊന്നും അമ്മായി ഒന്ന് നിർത്തുവോ? മനുഷ്യ ഇവിടെ കേട്ട് മടുത്ത്.
ഇതെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ നോക്കിക്കോ. ഞാൻ അളിയനെ വിളിച്ച് ചോദിക്കണം, എന്നാലും ഇത് അറിയുള്ളൂ. അളിയനെ വിളിച്ച് ഓരോന്നൊക്കെ ചോദിച്ചാട്ടല്ലേ സ്വഭാവം മാറൂട്ടാ. എന്തുവാ പ്രശ്നം? സിദ്ധുടേനും ചേച്ചിയായിട്ട് വലിയൊരു പ്രശ്നം. ലച്ചുവേ, തമാശ കളിച്ച് കളിച്ച് കളി കാര്യമായോ? ഇവളിവിടെ വന്ന് കയറി ഇവിടെ മുഖം കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. ചുമ്മാതല്ല കേട്ടാ, പാസ്യങ്ങൾ നേരത്തെ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആവണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഡിവോഴ്സാ ലച്ചു? ഓ ഡേ, അവിടെ വന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു പാസ്യങ്ങൾ ആരോ പറഞ്ഞറിഞ്ഞാണ്. എന്റെ ദേവിയെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? എന്റെ ലച്ചു, നീ ഇത് ആരോടെങ്കിലും ഒക്കെ നിനക്കൊന്ന് പറഞ്ഞുകൂടായോ? ദേ, ജീവിതം കുട്ടിക്കളിയല്ല കേട്ടോ. ഞാനിതിപ്പോ ആരോടെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറയണ്ടായോ? ഞാൻ പടവലത്തൊന്ന് വിളിച്ച് പറയട്ടെ? എനിക്ക് വയ്യ. എന്നാ പിന്നെ അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചിട്ട് അതിന്റെ മേളിൽ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് നാട് നീളം മൊത്തം വിളിച്ച് പറയാൻ ലച്ചു ഡിവോഴ്സ് ആകാൻ പോവാന്ന്. ഇവിടെ നിന്ന് നേരെ പിറവത്ത് നിന്ന് പാഴൂര്, പാറൂത്ത് നിന്ന് ഹരിപ്പാട്, അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം, പിന്നെ ശോനർത്തല, മറ്റേ അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി പറ. അപ്പൊ കുറച്ച് സമാധാനം ആവൂലേ അമ്മൂമ്മയ്ക്ക്? നാഗർകോവിലും പോയി പറ, അവിടെ ഉണ്ടല്ലോ കുറെ ബന്ധുക്കള്. ദേ, ഈ കൊച്ചിനെന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്നെ ടെമ്പർ തെറ്റിരിക്കും കേട്ടോ. എന്റെ പൊന്നു പാറു, നീ കുറച്ചേരത്തേക്കൊന്നും മിണ്ടായിരിക്കോ? ലച്ചു നീ സമാധാനപ്പെടും. ഒരു 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാം, വാ. ആദ്യം ഞാൻ പറയുന്ന ഒരു 5 മിനിറ്റ് കേൾക്കാൻ പറ്റൂ? അവള് പറയുന്ന എല്ലാരും കേട്ടോണം, പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവൾക്ക് കേൾക്കത്തില്ല. അവള് പറയുന്നത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതെ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി ഇരുന്നോണം. അതല്ലേ അവിടെ ആവശ്യം? നീ ഒന്നും പറയണ്ടാടി. എന്റെ പൊന്നു ലച്ചു ചേച്ചി അളിയനും നമ്പി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അതങ്ങോട്ട് തുറന്നു പറ. കണ്ട അമ്മൂമ്മ കിടന്ന് തിളക്കണത്. എന്റെ പൊന്നു മോളെ ലച്ചു, മോളും സിദ്ധും കൂടെ എന്തുവാ പ്രശ്നം? ഒന്ന് പറ മക്കളെ. ഇനി ഇവിടെ ഞാൻ നിന്നാ ശരിയാവില്ല. കടുങ്കൈ വല്ലതും ചെയ്യാൻ പോയതാണോ? മോളെ ലച്ചു, മോളെ സംസാരിക്കാം. ഇറങ്ങടി. എല്ലാം ചെയ്തു വെച്ചിട്ട് കഥപടച്ചിരുന്നാ മതിയല്ലോ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടല്ലോ. തുറക്ക് മക്കളെ. ഒന്ന് പോയി തരുമോ? ഒന്നും ചെയ്യൂല, പോകോ. നമ്മളെന്തെങ്കിലും ചെയ്യും ചിലപ്പോ. ഇപ്പൊ സംസാരിക്കാതിരിക്കാണ് നല്ലത്. എന്തൊരു കഷ്ടമായത്. മുമ്പൊക്കെ അവൾ എന്നെ വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പോൾ 1 മാസമെങ്കിലും ആയിക്കാണും എന്നെ വിളിച്ചിട്ട്. മറ്റേ ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുമായിരുന്നേ. വിളിച്ചിട്ടോ അമ്മൂമ്മയ്ക്ക് സുഖമാണോ, അപ്പൂപ്പന് സുഖമാണോ, അമ്മൂമ്മയുടെ മുട്ടുവേദന കുറവുണ്ടോ, ഇതൊക്കെ ചോദിച്ചോണ്ടിരുന്നയാ. ഇപ്പം അങ്ങനെ ഒരു വിളിയേ ഇല്ല. ഇപ്പം കുഴിപ്പുളത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കാണും, വലിയ പ്രശ്നം ഉണ്ടാക്കി കാണും അവളെ എനിക്കറിയത്തില്ലയോ. അപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ, ആരോടും മിണ്ടാനും പറ്റത്തില്ല. എന്നാൽ പിന്നെ കൊച്ചിനെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരുന്നേക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വന്നതാ ഇപ്പം ഇങ്ങോട്ട്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അമ്മ. എന്തായാലും പ്രശ്നം അത്ര വഷളല്ലെങ്കിലും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവളെ മുഖം കണ്ടത് മനസ്സിലാവും. റൂമടച്ചിരിപ്പ് തന്നെ. ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ചൂടാവുന്നു. ഇങ്ങനെ പോയവർക്ക് വല്ല ഡിപ്രഷൻ വരേ ഉള്ളൂ. അവക്കാണെങ്കിൽ സിദ്ധുവിന് ഭയങ്കര കാര്യമാണ്, സിദ്ധുവിനാണെങ്കിൽ തിരിച്ചു. എന്തൊരു സ്നേഹമാണെന്നറിയാമോ സിദ്ധുവിന്? എൻ്റെ അടുത്ത് അങ്ങനെ തന്നെ ഭയങ്കര സ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും, സുഖാണോ അമ്മായി എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ വിളിക്കാറുണ്ടോ? ഇപ്പം വിളിച്ചിട്ട് കുറേ ദിവസമായടേ. അപ്പൊ പ്രശ്നം തന്നെ. അല്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അവള് വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അതിനുശേഷം വിളിച്ചാൽ മതി. ഇതിപ്പോ നാണക്കേടായി. ബന്ധുക്കൾ ആരെങ്കിലും അറിയുവാന്നെങ്കിലുണ്ടല്ലോ കൈകൊട്ടിച്ചിരിക്കും. എല്ലാരും കൈകൊട്ടിച്ചിരിക്കാൻ ഇരിക്കുന്നവരാ. എന്നാലും അവിടെ എന്തോന്നാണ് പ്രശ്നം? സിമ്പിള് പ്രശ്നം. സംഭവം ലച്ചേച്ചി ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അളിയനെ ചൊറിഞ്ഞു കാണും. ആ അടിയായിരിക്കും അങ്ങ് നീണ്ട് പോയത്. അപ്പോഴായിരിക്കും അളിയനെ മനസ്സിലായത് ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം. ചേച്ചി എന്നിട്ട് കുഴപ്പമുള്ളത് അച്ഛൻ്റെ അടുത്തും കുഴപ്പമുള്ളത് അമ്മയെടുത്തും അടി ഉണ്ടായിക്കാണ്. നമുക്കല്ലേ അറിയൂ, കലി വന്നു കഴിഞ്ഞാൽ വീടും കത്തിച്ചിട്ട് ഇറങ്ങിപ്പോണ ടീമാണ് ചേച്ചി എന്ന്. അത് തന്നെ, അവളെ പണ്ടേ നിലയ്ക്ക് നിർത്തണമായിരുന്നു. അതെങ്ങനെയാ? അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും ഒന്നും അവള് കേൾക്കത്തില്ല. അവൾക്ക് ഇത്ര അഹങ്കാരമുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. അവള് പിടിക്കുന്ന മുയലുണ്ടല്ലോ കൊമ്പ് 4. അഹങ്കാരം എന്ന് വെച്ചാ അവളാണ് അഹങ്കാരി. ഹായ് ചേച്ചി. കഴിഞ്ഞോ എന്നെ കുത്തിപ്പറിക്കുന്ന ഈ പരിപാടി? എല്ലാരും കൂടെ അടുക്കളയിൽ നിന്ന് സമ്മേളനമൊക്കെ കൂടി എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലേ? നിന്നെ പറയുന്നത് ഞാൻ നിർത്തി. ഇനി ഞാനൊന്നും പറയത്തില്ല. എൻ്റെ അമ്മൂമ്മ അല്ലെങ്കിലും അമ്മൂമ്മ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതം പോയാലോ, ഞാൻ ഡിവോഴ്സ് മേടിച്ചാലോ അമ്മൂമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. അമ്മൂമ്മ ഹാപ്പിയാണ്. അമ്മൂമ്മയ്ക്ക് എന്താ വേണ്ടേ? എൻ്റെ അഹങ്കാരം മാറിക്കാണണം, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ അമ്മൂമ്മ എനിക്കറിയാം, അമ്മൂമ്മയ്ക്ക് എൻ്റെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല. ആരാ നിന്നോട് പറഞ്ഞേ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്?
എനിക്ക് മറ്റു മക്കളെക്കാട്ടി ഇച്ചിരി സ്നേഹം കൂടുതൽ നിന്നോടാ. നീ നന്നാവട്ടെന്ന് വിചാരിച്ചാ നിന്നോട് ഓരോന്നൊക്കെ പറയുന്നത്. അതെന്താ നിനക്ക് മനസ്സിലാവാത്തേ? ഓഹോ, ഇപ്പൊ അമ്മൂമ്മയ്ക്ക് ലച്ചേച്ചെടുത്തല്ലേ കൂടുതൽ സ്നേഹം. ഇപ്പൊ ഞങ്ങളൊക്കെ പുറം പോക്കും. ഇപ്പൊ ഇതാണ് ഇവിടെ വലിയ കാര്യം. അവളെ ഭർത്താവ് ഒരു തെറ്റിപ്പിരിഞ്ഞ് ഡിവോഴ്സിന്റെ വക്കി വന്നിരിക്കണം. അതൊന്നും നിനക്ക് കാര്യമല്ലേ? അമ്മായി എടേ, കാര്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട സമയത്ത് കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ടല്ലോ. സന്തോഷം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എന്ത് ചേച്ചി പോണില്ലേ എന്ന്. ഇപ്പോൾ ചില സമയം മൈൻഡ് ചെയ്യൂല. ചില സമയം പറയും, അയ്യോ നിങ്ങളെയൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാടാ വന്നതെന്ന്. ഇപ്പോഴല്ലേ ശരിക്കുള്ള കാര്യം മനസ്സിലായത്. എൻ്റെ ലച്ചുവേ, ചില സിറ്റുവേഷനൊക്കെ നമ്മൾ ഇമോഷണലായിട്ട് മാത്രം ഹാൻഡിൽ ചെയ്താൽ പറ്റൂല. ബുദ്ധിപരമായി മൂവ് ചെയ്യാൻ പഠിക്കണം. അതിന് ബുദ്ധി വേണ്ടേ? ഒറ്റ ബുദ്ധിയല്ലയോ? ഞാനൊരു കാര്യം പറയാം. സിദ്ധു ഉണ്ടല്ലോ, അവൻ പാവമാ. ഇവളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഏത് കോടതിയിലും പറയും. കാര്യങ്ങളിപ്പോ കോടതി വരെ ആയാ? ഇനിയിപ്പോ ആയില്ലെങ്കിൽ കോടതി വരെ ആക്കും. ഇനിയിപ്പോ സിദ്ധുവിന് വക്കീലിനെ കിട്ടിയില്ലെങ്കിൽ ദേ അമ്മൂമ്മ പോകും വക്കീലായിട്ട്. അമ്മൂമ്മ റെഡി അല്ലേ അമ്മൂമ്മ? 2ാം ക്ലാസ്സും കുസ്തിയും മതിയാ വക്കീലാവൻ. ആരാടി പറഞ്ഞ ഞാൻ 2ാം ക്ലാസ്സും കുസ്തിയാന്ന്? അച്ഛനും അമ്മ എടുത്ത് പറയുന്ന കേട്ടതാ പണ്ട്. അവൻ അതും പറയാം, എൻ്റെ അപ്പുറവും പറയും. ആരു അമ്മൂമ്മ 2ാം ക്ലാസ് കുസ്തിയൊന്നും അല്ല. അത്യാവശ്യം നല്ല പഠിപ്പൊക്കെ ഉണ്ട്. MA LLB അല്ല അല്ലേ അമ്മൂമ്മ? എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പൊക്കോണം. ജീവിതം തൊലച്ചിട്ട് വന്ന് നാടുന്ന കണ്ടില്ലേ അവള്? എല്ലാത്തിനും ഒരു അവസാനം വരുത്തിയിട്ട് ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് നേരെ പടവലത്തോട്ട് കയറി വരും. അങ്ങോട്ടങ്ങോ ആരും വരണ്ട. ഞാൻ വരും. എന്റെ അച്ഛന്റെ അമ്മയുടെ പേരിൽ കുറെ സ്വത്തില്ലേ, അവിടെ ഞാൻ വീട് വെച്ച് താമസിക്കും. ആര് പറഞ്ഞു നിന്റെ അമ്മയുടെ അച്ഛന്റെ പേര് സ്വത്തുണ്ടെന്ന്? അവിടെ ആരാടി പറഞ്ഞു നിന്നോട്? എന്തായാലും ഞാൻ കോടതി കയറാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ സിദ്ധുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. പിന്നെ ഈ സ്വത്തിന്റെ കാര്യത്തിലും ഞാൻ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ പോത്തുള്ളൂ. നോക്കിക്കോ. ആ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു. ആവശ്യം ഞാൻ പോണു. അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടോ അവളത്തിങ്ങനെ കിടന്ന് ചാടാൻ? ഇപ്പൊ എല്ലാ കുഴപ്പവും എൻ്റെ കയ്യിലായി. കല്ലു, ഇത് നോക്കിയേ. ഇത് നമ്മുടെ വീട്, ഇത് വരാന്ത, ഇത് നമ്മുടെ മാവ്. ഇതെങ്ങനെയുണ്ട്? നമുക്ക് മറ്റേ അവിടെ പോയി കളിച്ചാലോ? എവിടെ? അവിടെ പാറമടയിലായിരിക്കും. അവിടെ രസമാക്കിയ ആ രസം ഇപ്പൊ നമുക്ക് വേണ്ട. ഇരുന്ന് വരയ്ക്കും. പാറുവേ, ആ രണ്ടുപേരും കൂടി ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. കഴിക്കണ്ടേ കൊച്ചെ നിനക്ക്? വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ നീ കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ അവളോടാ ചോദിച്ചത്. നിനക്ക് കഴിക്കണ്ടേ? വേണ്ട. അടി മേടിക്കും കേട്ടാ ഇങ്ങനെ പോയാ. ആ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ എത്ര ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നേ? നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാ കഴിച്ചാന്നോ കുടിച്ചാന്നോ എന്തെങ്കിലും ചോദിച്ചാ? ഇല്ലല്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പോട്ടെ, കുഞ്ഞിന്റെ അടുത്തെങ്കിലും ചോദിക്കാലോ. അങ്ങനെ ചോദിക്കും. അന്ന് കയറിയ വാക്കിനെ എന്നെ വാൾ കൊടുത്തോണ്ട് ഉറഞ്ഞുള്ളിക്കൊണ്ട് നിൽക്കുകയല്ലേ ഈ ഹൈ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ തുള്ളാതിരിക്കും? വന്ന് കയറിയപ്പോ തന്നെ ആദ്യം അയാള് വന്ന്, അതിനിപ്പോ നീ വന്ന്. അയാൾ ഏതയാൾ? ബാസ്യങ്ങള്. അയാളെന്നോ? പിന്നെ ശ്രീമാൻ ബാസ്യ അവർക്കൊന്ന് വിളിക്കണോ? അല്ല അങ്ങനല്ല, ഭാഷകൾ വന്നോണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയൂടെ. സത്യം പറഞ്ഞാലേ എൻ്റെ കൈയും കാലും ഒക്കെ വിറച്ചിട്ട് വയ്യ. അത് പനി വല്ലതും ആയിരിക്കും. അമ്മമ്മ ഗുളിക വല്ലതും എടുത്തു പോയി. അതല്ലടാ, ഇക്കാര്യമേ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാ. അമ്മൂമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അറിയിക്കണം, അല്ലെങ്കിൽ കൈയും കാലും വിറയ്ക്കും. കൊച്ചേ, നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല? എനിക്ക് ഒറ്റ ബുദ്ധിയാന്നല്ലേ പറഞ്ഞേ. അപ്പൊ തീരുമാനം മാറാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ആ നന്നായി. പെൺപിള്ളേരായാലേ ഇങ്ങനെ വേണം, ഇതുപോലെ തന്നെ വേണം. അല്ല കേശട്ടാ, രണ്ടാൾക്കാരും അമ്മ ഡിവോഴ്സ് ആയിരിക്കുമ്പോഴേ ഒരാൾ മറ്റൊരാൾക്ക് എന്തോ കൊടുക്കുമല്ലോ. ശാപമാണോ? ശാപമല്ല, അത് മനസ്സുകൊണ്ട് കൊടുക്കുന്നതല്ലേ. അതല്ല, ജീവാംശോ എന്തോന്ന്? ജീവനാംശം. ആ അത് തന്നെ. ചേച്ചിക്ക് അത് കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാവം കൊച്ചേച്ചി, കിട്ടുവാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അല്ല കിട്ടും, സാധനം കിട്ടും, അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കണം. പാവം കൊച്ചി കണ്ടിട്ടില്ല. കിട്ടുവാണെങ്കിൽ മേടിച്ചു വെച്ചേക്കണേ. ഇവിടുന്ന് എന്തായാലും അടിച്ചിറക്കും. അതുകൊണ്ട് വെള്ളം കുടിച്ച് ജീവിക്കണ്ടേ. ആ വാസിയ, എന്തോടെ നോക്കി പഠിപ്പിക്കുന്നേ? കൊച്ചിന്റെ പോകണം എനിക്ക് കാണാൻ പറ്റാത്ത അറിയാമോ? അത് വെയിലത്തുനിന്ന് വന്നോണ്ടേ കണ്ണിൽ ഇരുട്ട് കയറിയതാ. പിന്നെ വേറൊന്നും പറയല്ല,
കൊച്ചുകുട്ടിയാണ് പറഞ്ഞുകൂടെ എങ്കിലും പറയുന്നു. ഒരു 3 വർഷത്തേക്ക് ഈ കൊച്ചിൻ്റെ വാ ഒന്ന് തുന്നി കെട്ടി വയ്ക്കാൻ പറ്റുമോ? അത് കഴിയുമ്പോൾ നമുക്ക് പൊളിച്ച് വിടാം. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് കുഴപ്പമെങ്കിൽ പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. എന്ത് പറയുന്നത്? പുഷ്പലതാന്റെ കാണുമ്പോ ഭാസ്യങ്ങളുടെ വാ തുന്നി കെട്ടിയതുപോലെ ആയിരിക്കും. എന്താണ് എല്ലാവരെയും മുഖത്തൊരു മളാനത? ലച്ചുവേ മുഖത്തോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ കൂടി നിൽക്കുമ്പോഴേ പലരും പലതും പറഞ്ഞു തരും, അതൊന്നും കേൾക്കല്ലേ. മക്കളെ ലച്ചു, നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ആ ജീവിതം തറയിട്ട് ഉടച്ചു കളയല്ലേ എൻ്റെ പൊന്നു ലച്ചു. എൻ്റെ പൊന്നു ലച്ചു, ഞാൻ കാല് പിടിക്കാൻ നിന്റെ. ദാസി, നീ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമൊന്നുമല്ല. നീ ഇതാരോടും പറഞ്ഞു നടക്കാൻ പോവല്ലേ. ഇവിടെ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം കേട്ടാ. മാമി, ഞാനൊരു കാര്യം പറയട്ടാ. ബാലു ഇവിടെ ഇല്ല, എൻ്റെ ചെറുക്ക ഇവിടെ ഇല്ല, അറിയാല്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്. മാമിക്ക് പലതും പറയാം, മാമിക്ക് വായത്തോണെന്ന് വിളിച്ച് പറയാം. പിള്ളേരുടെ ജീവിതമാണ്. മാമിയുടെ ഒരു ധാരണയുണ്ട് മാമിക്ക്, മാമി വലിയ കുടുംബത്തിലെ ആളാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ചോണത്തരക്കാരെ അഹങ്കാരം അഹന്ത എല്ലാം മാമിയുടെ കയ്യിലുണ്ട്. അതും വെച്ചോണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ, സിദ്ധുവിനെ വിട്, നമുക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന്. കൊച്ചിൻ്റെ ജീവിതം വഴിയാതാരായി പോകും. ഞാൻ മാമിയുടെ കാര്യം വേണമെങ്കിൽ പിടിക്കാം, മാമിയുടെ കാര്യം വേണമെങ്കിൽ പിടിക്കാം. മാമി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേക്കി. മാമി ഇതാ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് മാമി. മാമി എന്തിന് ഇവിടെ നിൽക്കുന്നത്? മാമിക്ക് അവിടെ നിന്നൂടെ, പടവലത്ത് നിന്നൂടെ? അവിടെ നിന്ന് രാമനാമം ജപിക്കേണ്ട സമയമുണ്ട്. അല്ലെങ്കിൽ ആ കളവൻ അല്ല കുട്ടമുള്ള മാമന് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കാം. അങ്ങനെ നോക്കേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? വന്ന് നിന്നിട്ട് നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം നല്ലതുമല്ലാണ്. ഇത് കേട്ടോണ്ടല്ലേ പിള്ളേർ കിടന്ന് എടുത്ത് ചാടുന്നത്. എടുത്ത് ചാട്ടാൻ പാടില്ല. കുടുംബത്തിന്റെ അഹങ്കാരം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പുതിയ ജീവിതമാണ്. നിങ്ങൾക്ക് പടവലത്ത് സ്ഥലവും എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ പിള്ളേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാ, ബാലുവിന് എഴുതി കൊടുത്തിട്ടുണ്ടാ, നീരുവിന് എഴുതി കൊടുത്തിട്ടുണ്ടാ. ഈ കുട്ടികൾ വാടക വീട്ടിൽ വഴിയാധാരം പോലെ കിടക്കല്ലേ. ഇതിനൊക്കെ ആര് മറുപടി പറയും? മാമി പറയൂ, പറയണം. എന്റെ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നേന്നോ? ഇറങ്ങി പൊക്കോണം ഇവിടുന്ന് കേട്ടാ. ഒരു വലിയ അങ്കിൾ വന്നേക്കുന്നു. എടാ നിന്റെ ഭാര്യ എവിടാടാ? എവിടാ നിന്റെ ഭാര്യ? ഭാര്യ വള്ളർത്തും കൊണ്ട് കളഞ്ഞേച്ച് ഇവിടെ ഉപദേശിക്കാൻ വന്നേക്കുന്നു. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇവിടെ ഇറങ്ങി പൊക്കോണം കേട്ടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ആരാണ് നിന്റെ വിചാരം? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? മാമി, എന്തുവാ മാമി പറ. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതമാണ്. വളർന്നു പറഞ്ഞ കൊച്ചാണ്, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചാണ്. നിങ്ങൾ പിടിച്ച് നേരത്തെ കെട്ടിച്ചു വെച്ച്. അതിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇപ്പോഴും എന്നെ അന്യനെ പോലെയാണ് കാണുന്നതല്ലേ. ഞാൻ ഇതാണ് പറഞ്ഞത്. മാമിക്ക് അഹന്തയുണ്ട്, അഹങ്കാരമുണ്ട്. മാമി ആൾക്കാർ രണ്ടായിട്ട് വേദനിച്ച് കാണല്ലേ, പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കി. ലച്ചു നിന്റെ ഇഷ്ടം, പക്ഷേ നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇട്ട് പൊട്ടിക്കല്ലേ എൻ്റെ പൊന്നു ലച്ചു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ അല്ല ഇപ്പൊ ഈ വർത്തമാനം കേട്ടായിരുന്നു രണ്ടായിട്ട് കണ്ടെന്ന്. ഇതിപ്പോ മാമി എന്നെ അടിക്കാൻ നിൽക്കാണല്ലോ. അടിക്കി ഒരെണ്ണം വെച്ചൊന്നുണ്ടല്ലോ. മാമി, പിള്ളേരെ ജീവിതമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ തൊഴുത് പറയാണ്. നീ എന്തിനാണ് ഇങ്ങനെ കുടുംബം കലക്കാൻ നടക്കുന്നേ? കുടുംബം കലക്കാനല്ല. മാമിയല്ലേ ഇപ്പൊ ഇറങ്ങി കൊച്ചിനടുത്ത് പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് തെറ്റിക്കാൻ നിൽക്കുന്നത്. നേരായ വഴി പറഞ്ഞു കൊടുക്കും മാമി. ഒന്ന് കുറച്ചൊന്നും മിണ്ടാതിരിക്കോ. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഞാൻ അന്യനാണോ? വർത്തമാനം കേട്ടപ്പോ അതല്ലേ തോന്നുന്നത്. ലച്ചു, നീ ഇത് കള, അടുത്തത് കെട്ട്. പിന്നെ അതും വേണ്ട കള, അടുത്തത് കെട്ട്. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. കല്ലു എവിടെ? കല്ലു എനിക്ക് തോന്നുന്നു പാറുവിൻ്റെ കൂടെ അവിടെ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാ? കുറച്ചും കഴിക്കാം. വിശക്കണില്ലേ? ഓ, വയറ് നിറഞ്ഞിരിക്കുക. വെള്ളം വേണോ? അമ്മായിക്ക് ഇപ്പം എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. നീ ഒറ്റയ്ക്കിരിക്കണോണ്ട് ഞാൻ വിചാരിച്ചിവിടെ വന്നിരിക്കാം. ലച്ചു, അമ്മ ഒരു കാര്യം ചോദിക്കട്ടാ. എന്താ അമ്മായി? എന്താണ് നീയും സിദ്ധുവും തമ്മിൽ പ്രശ്നം? ഞാൻ സത്യം പറയട്ടെ, ഞാനും സിദ്ധുവും തമ്മിൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ വേണ്ടി. ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഡിവോഴ്സ് കിട്ടും എന്നാണ് പറയണത്. അപ്പൊ എല്ലാം തീരുമാനിച്ചാ? എടാ നീ ഇത്ര ശല്യായിരുന്നോ ലച്ചു? ഞാൻ തീരുമാനിക്കുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ഓരോന്ന് തീരുമാനിച്ചല്ലോ. പിന്നെ ഇവിടെയുള്ള ആർക്കും ഇപ്പോൾ ഒരു ബോധവും വിവരവും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുഴിപ്പുറത്തേക്ക് പോവാം. കുഴിപ്പള്ളത്ത് പോയാൽ പിന്നെ അവിടെ മൊത്തം പ്രശ്നമല്ലേ? ശരിയാണല്ലോ, അവിടെ പ്രശ്നമുള്ള. എന്നാ ഞാൻ വേറൊരു സത്യം പറയട്ടെ. ഞാൻ കുഴിപ്പുറത്തല്ല പോകുന്നത്, പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്.
എനിക്ക് അവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവക്കും മാസം ചെറിയൊരു തുക വാടക കൊടുത്താൽ മതിയല്ലോ. അതിനിപ്പോ എവിടുന്ന് പൈസ? സിദ്ധോളിന് ഇനി പൈസ എടുത്തില്ലല്ലോ. മിണ്ടായിരു വച്ചേ. ലച്ചു നീ സീരിയസ് ആണോ? എന്റെ അമ്മയ്ക്ക് എന്താ തളയ്ക്ക് ഓളോ? ഞാൻ കുഴിപ്പുറത്ത് ഒന്നാമത് ഇവിടുത്തെ ആർക്കും ഒരു ബോധവും വിവരവും ഒന്നുമില്ല. എന്റെ കൊച്ചെന്തേ? നീ എവിടെയും പോണില്ല, നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ പോവും. നീ പോവൂല. ഞാൻ പോവും. ഇല്ല പോവൂല. ആഹാ ആഹാ. അമ്മായി കൈന്ന് വിട്ടേ. നീ പോവൂല. അമ്മായി കൈന്ന് വിടേ. ഇല്ല. അയ്യോ എന്റെ അമ്മായി കൈന്ന് വിടേക്ക്. പോവൂല. എന്റെ അമ്മായി ഒന്ന് കൈന്ന് വിട്. വിടൂല. എന്റെ അമ്മായിക്ക് ഒന്നും വയ്യാത്തത്. ഇങ്ങോട്ട് മാറ്. എന്താ അമ്മായി മരുമോളും കൂടെ പ്രശ്നം? എന്തൊരു നാണക്കേടാ ഇത്. ഒരു നാണക്കേടും ഇല്ല. ഇവിടെ ഇതൊക്കെയാണ് പതിവ്. ബന്ധങ്ങളൊന്നുമില്ല, അടി മാത്രമേ. ഈ ലച്ചു ഉണ്ടല്ലോ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഇതോടെ ഈ കുടുംബം തോലയും. വേണ്ടേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ. നിന്റെ താഴെ കുറച്ചുള്ള പിള്ളേരുണ്ട്, അവരുടെ കാര്യം കൂടെ നീ നോക്കണം, അവരുടെ ഭാവിയും കൂടെ നോക്കണം. അതെങ്ങനാ? കൊച്ചുനാളി മുതലേ തനിഷ്ടക്കാരിയായിട്ടല്ലയോ ജീവിക്കുന്നത്. അമ്മ അവളെ മാത്രം കുറ്റം പറയാതെ. ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഇതുവരെ എത്തിച്ചത്. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയാമോ? പിന്നെ അവരുടെ ലൈഫല്ലേ, അവർ ഡിസൈഡ് ചെയ്തോളും. തീരുമാനിച്ച് ഇവിടം വരെ ആയി. ഇനി തീരുമാനിക്കാനൊന്നും ഇല്ല. എന്റെ പാഴ്വരപ്പോ, ഇതൊക്കെ കേൾക്കാനാണല്ലോ എന്റെ വിധി. വിളി നിരത്തി വിളി, നീട്ടി വിളി, പാഴ്വരപ്പാന്ന്. അതിനു വേണ്ടി കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പണ്ട്. ഇത് ചെറുക്കം നിന്റെ ചെവിടടിച്ച് പൊട്ടിക്കും കേട്ടല്ല. ഈ ലച്ചു ഉണ്ടല്ലോ ഒരിക്കലും നന്നാവത്തില്ല. അത് പണ്ട് പറഞ്ഞ കാര്യല്ലേ. ഈ ചെറു കൊച്ചിനെ വല്ലതും തൊട്ടാലുണ്ടല്ലോ ഞാൻ കുഴിപ്പുറത്ത് പറഞ്ഞോടും കേട്ടാ. ആ പോട്ട് മാറും. ചേച്ചി ഇപ്പൊ തൽക്കാലത്തിന് സമാധാനപ്പെട്. ഒരു കാര്യം ചെയ്യാം, ഞാനും നമ്മുടെ ഗൗരിയമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ കുഴപ്പമുള്ളത്തോട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാം. അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. അവരൊക്കെ നല്ലവരല്ലേ? അവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഈ കുഴപ്പം മൊത്തം എവക്കാ. അതെ, കുഴപ്പം മൊത്തം എനിക്കാണല്ലോ. അടിക്ക് സ്വയം നീ ശിക്ഷിക്ക്, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനക്ക്. ഞാൻ പറയുന്ന കാര്യം ഒരു 5 മിനിറ്റ് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ? കേക്കാം. ഞാനും സിദ്ധുവും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീയും കല്ലു 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഞാനും സിദ്ധു ഡിവോഴ്സ് ആവണം അല്ലേ? അപ്പൊ നിങ്ങൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ? പ്രശ്നം ഉണ്ടാവണമായിരുന്നു. ഇനി ഇത്ര നേരം ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായില്ല. മനസ്സിലായി. തോരണം ഈ നേരത്ത്. ദേ വിളിക്കുന്നു. സിദ്ധു വീട്ടിലെത്തിട്ട് കുറച്ചു നേരേ. 2-3 ദിവസമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ കൂടെ ഇങ്ങനെ ചുറ്റും നിന്ന് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ എന്തായി? ഹാപ്പി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഷിഫ്റ്റൊക്കെ കഴിയുമ്പോൾ വിളിക്കട്ടാ. ശരി. ഓക്കെ. എന്ത് വേണ ഉമ്മ? നാണം കണ്ടില്ലേ? ഞാൻ പോന്നു. എന്ത്? എന്താ പോ. ദൈവമേ, ഇതേപോലത്തെ ഒരു കിളി പോയ കുടുംബം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.